സോ എഗെയിൻ വെൽക്കം ബാക്ക്. അങ്ങനെ 4ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് അതേ എഗെയിൻ എത്തിയിരിക്കുന്നു. നമുക്ക് മോർണിംഗ് ടാസ്കോട്ട് തുടങ്ങാം. എപ്പിസോഡ് തുടങ്ങി തന്നെ മോർണിംഗ് ടാസ്കിലായിരുന്നു. നമ്മുടെ ആദ്യം തന്നെ ഒരു സ്പാർക്ക് ഇടാൻ വേണ്ടിയിട്ടുണ്ട്, ഇരട്ടപ്പേരിടാൻ വേണ്ടിയിട്ട്. ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു ഓമനപ്പേരും ഇഷ്ടമില്ലാത്ത ആൾക്ക് ഒരു ഓമനപ്പേരിടാൻ വേണ്ടിയിട്ടും അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്യുന്ന ആൾക്കും ഇഷ്ടപ്പെടാതെ സെലക്ട് ചെയ്യുന്ന ആൾക്കും ഇവർ കൊടുത്ത പേരിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യായിരുന്നു. പലരും ഓരോരുത്തരൊക്കെ സെലക്ട് ചെയ്യുക, അവരവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടമല്ലാതെ സെലക്ട് ചെയ്ത് നമ്മുടെ കോമണറായിട്ടുള്ള അനീഷിനെ തന്നെയായിരുന്നു ഇഷ്ടമല്ലാത്തത്. ഇഷ്ടമുള്ളവരായിട്ട് സെലക്ട് ചെയ്തത് ആദിലാനൂറ്. 3 വോട്ടോടുകൂടി ആദിലാനൂറയും 3 വോട്ടോടുകൂടി അനുമോളും. അപ്പം അതിൽ ഇത്തിരി കോൺട്രവേഴ്സ്യൽ ആയ ഒരു സാധനം അക്ബർ സെലക്ട് ചെയ്തത് ഇഷ്ടമല്ലാത്ത രേണുസുതി ആയിരുന്നു. അക്ബർ ഇട്ട പേര് ഇത്തിരി കടുത്തുപോയി. സെപ്റ്റിക് ടാങ്ക് എന്നൊരു അങ്ങനെയാണ് ഒരു ഇരട്ടപ്പെട്ടത്. അതിനെ കുറച്ചുകൂടെ ലൈറ്റാക്കി എടുത്താൽ മതി. ലൈറ്റാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്, മാത്രമേ ഉള്ളൂ. എല്ലാവരും അതിനെ പലരും ചൊറിയുമ്പുഴു അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള പാഷാണത്തി ക്രിമി അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു. പക്ഷെ അക്ബർ ഇത്തിരി കടുപ്പിച്ചു പോയത് സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ പിന്നീട് അത് അക്ബർ പറയുന്നുണ്ട് ഞാൻ ചൊറിയാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. എന്നാൽ പോലും ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഒരാളെ വിശേഷിപ്പിക്കേണ്ട കാര്യം അത്രയും ഹാർഷായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓൾറെഡി ഇവര് ഒരു 48 മണിക്കൂറായി ഏറ്റവും എൻ്റെ അടുത്ത് കയറിയിട്ട് 8 ദിവസം ആയുള്ളൂ. അതിനകത്തൊന്നും അറിയുന്ന ക്യാരക്ടറൊന്നും ജഡ്ജ് ചെയ്യാൻ അങ്ങനത്തെ കാര്യം ആയിട്ടില്ല. അത് അക്ബറിനൊരു ഡ്രോബാക്ക് ആയിട്ട് രേണു അത് അതിനുശേഷം തന്നെ ആദിലാനൂറിലെ 100 എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ രേണു കുറച്ച് കാർഡുകൾ ഇറക്കുന്നുണ്ടായിരുന്നു. ഞാൻ സിംഗിൾ വിധവളെ റെപ്രസെന്റ് ചെയ്ത് വന്നു. അങ്ങനെയൊന്നുമില്ല, ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ് അവിടെ വന്നിരിക്കുന്നത്. രേണു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് അത് ഏഷ്യൻകാർക്ക് തന്നെ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അത് ഇൻഫ്ലുവൻസർ തന്നെയാണ്. അവർക്ക് അത്രയും അവര് ഇതിനകത്ത് കയറും മുന്നേ അത്രയും വീഡിയോസ് അവരെ പറ്റി കണ്ടു. നീ തന്നെ കാണൂല ഒരുപാട് വീഡിയോകളാണ്. അതെന്താ എന്ത് കള്ളത്തരവാ ഓരോ ദിവസം പറയുന്നത്. അവർക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അത് അവര് ഈ ചാനലിന്റെ അത് പുറത്തിട്ട് നമുക്ക് അത് സംസാരിച്ചു ഒരുപാട് സംസാരിക്കേണ്ടത്. അവര് പുറത്ത് ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ് ആണ്. അത് ഓക്കെ, അത് ആ പാട്ട് ഓക്കെ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയും. അതെങ്ങനെ ആ ഒരു ടാഗ് കൊടുക്കും? അവര് സോഷ്യൽ മീഡിയയിൽ അവരെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ വന്നോണ്ടിരുന്ന അവർ ഇങ്ങോട്ട് കയറുന്നതിന് മുന്നേ പല രീതിയിലായാലും ഇന്റർവ്യൂസിന്റെ ആയാലും കട്ടുകളായാലും നീ കണ്ടോണ്ടിരുന്നതൊക്കെ തന്നെയുള്ളൂ. നിന്റെ ഫീഡിൽ തന്നെ എത്ര ഞാൻ സമ്മതിക്കുന്നു. വീണ്ടും ഞാൻ പറയാൻ ശ്രമിച്ചത് ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയയിൽ അവർ ഒരുപാട് കണ്ടന്റുകൾ കൊടുത്തോണ്ടിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ അത് ശരി തന്നെയാണല്ലോ. അല്ല ഇൻഫ്ലുവൻസർ അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലില്ല, അല്ലെങ്കിൽ ഉണ്ട്. പക്ഷെ അവരെ ചാനലിലെ വീഡിയോസ് കൂടെ അല്ലല്ലോ അവര് ഇന്റർവ്യൂസ് കൂടെ അല്ലേ. അവര് സോഷ്യൽ മീഡിയ കണ്ടന്റർ എന്നും പറഞ്ഞല്ല മോഹൻലാല് വെൽക്കം ചെയ്തത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ആ കൊടുത്ത ഒരു വാക്കിനോടാണ് എന്റെ സോഷ്യൽ മീഡിയയിൽ അവര് ഒരു ഫേം തന്നെ ആയിരുന്നു. അവരെ വീഡിയോസ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ അവർക്ക് കിട്ടിയതാണ്. ഇനി അത് അത് പറഞ്ഞ ഒരുപാടുണ്ടാവും പറയാൻ. അപ്പൊ പിന്നെ ഇതിനകത്ത് വന്നിപ്പോ അക്ബർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത്രയും സെപ്റ്റിക് ടാങ്ക് എന്നുള്ള എക്സ്ട്രീം വേർഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അവർ അതിനകത്ത് എത്തിയിട്ട് 48-50 മണിക്കൂറൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനിടയിൽ തന്നെ അക്ബറിന് ഇത്രയും അക്ബർ പറയുന്നുണ്ട് ചൊറിയാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. എന്നാൽ പോലും അങ്ങനെ ഒരു വാക്ക് കൊടുക്കേണ്ട കാര്യമില്ല. 2 രേണുസുതി ആ ഒരു ഇത് പിടിച്ചിട്ട് മറ്റേ ഈ നേരത്തെ പറഞ്ഞ രജിത്ത് പണ്ട് ക്യാമറ അറ്റൻഷൻ ചെയ്ത പോലെ ഒറ്റയ്ക്ക് നടന്ന് എന്നെ സ്നേഹിച്ച അമ്മമാര് കണ്ടോണോ ഇത്? അത് എന്നെ പറഞ്ഞു വിട്ട അമ്മമാര് ഒരു അമ്മമാരും പറഞ്ഞു വിട്ടല്ല. നിങ്ങൾ അവിടെ കിടന്ന് ഈ കാണിച്ചോണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ഫെയിം ആയതുകൊണ്ട് അവർ ഇങ്ങോട്ട് അകത്തോട്ട് കയറ്റി വിട്ട്. അതൊരു കേസ്. 2 നിങ്ങൾ പറയുന്നുണ്ട് എന്താ വിധവകളെ പ്രതിനിധീകരിച്ച് വന്നതെന്ന്. ഒരിക്കലും അല്ല. ഒരു സിംഗിൾ മദറിനെയും പ്രതിനിധീകരിച്ച് വന്നതല്ല. നിങ്ങൾ നിങ്ങളുടേതായ ആവശ്യത്തിന് വേണ്ടി എത്രയോ വിധവകൾ ഇതിലേക്കാളും കഷ്ടപ്പെട്ട് എത്രയോ സിംഗിൾ മദേഴ്സ് മക്കൾ വളർത്തുന്നുണ്ട്. പിന്നെ ആ കാർഡൊന്നും ഇങ്ങോട്ട് ഇറക്കി പറയരുത്. അത് പറയുന്നത് വീണ്ടും പറയാൻ കാണും. അപ്പൊ കേസ് കളഞ്ഞു. ഓക്കെ, ഇനി ബാക്കി വരട്ടെ. മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെ മെയിൻ ടാസ്ക് കല്ല് പറക്കല്ല, സ്റ്റോൺ മറ്റേ ബോക്സിന്റെ അകത്ത് നിന്ന് സ്റ്റോൺ പറക്കല്ല. എല്ലാരും നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറച്ച് ഇടിയും തപ്പും കുത്തൊക്കെ കിട്ടി. പിന്നെ അക്ബറിനാണ് തോന്നുന്നു ഗോൾഡൻ ബ്ലാക്ക് സ്റ്റോൺ കിട്ടുന്നവർക്ക് പണിയും റെഡ് സ്റ്റോൺ കിട്ടുന്നവർക്ക് എന്തോ ഒരു ഡബിൾ എക്സ്ട്രാ ആക്കുന്നൊരു കഴിവും ഗോൾഡ് കിട്ടുന്നവർക്ക് ഒരു എക്സ്ട്രാ പവറും ആയിരുന്നു.
അക്ബറാണ് ആദ്യം ഗോൾഡ് കിട്ടിയത്. അപ്പോൾ ഗോൾഡ് കിട്ടിയപ്പോൾ നോമിനേഷൻ പവർ ആയിരുന്നു. പക്ഷെ ബിഗ് ബോസ് ചെയ്തതെന്ന് വെച്ചാൽ രണ്ടാമതൊരു ടാസ്ക് ഒരു റൗണ്ട് കൂടെ വെച്ചപ്പോൾ അക്ബറിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. അയാള് ഒന്നുകൂടെ ഒരു ഗോൾഡൻ എടുത്താൽ മാത്രമേ അക്ബറിന് ആ പവർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അക്ബർ ആ ചാൻസ് കൊടുത്ത ആര്യനായിരുന്നു. നമ്മുടെ ആര്യൻ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു അതിൽ. കാര്യം ആദ്യത്തെ ഗെയിമിൽ ആര്യൻ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ മൂവിങ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആര്യന് കൊടുത്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സെക്കൻഡ് ടാസ്കിൽ ആര്യൻ എടുത്തു. ആര്യൻ എടുത്തു. പക്ഷെ ബാഗിൽ ഇടാൻ പറ്റാണ്ട് തറയിൽ വീണു. തറയിൽ വീണ സമയത്ത് അത് ഷാനവാസ് അതെടുത്ത് ഷാനവാസ് അത് അതിനിടയ്ക്ക് അത് സ്നാച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ അക്ബറിന്റെ എന്നാ പവർ പോയി. പക്ഷെ ബിഗ് ബോസ് ചോദിച്ചാൽ ഇവരെ രണ്ടുപേരും അക്ബറിനെയും ആര്യനെയും കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാൾ അടുത്ത വീക്കിലുള്ള നോമിനേഷനിൽ പോണത് ആരെന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറയും. അത് നല്ലത്. അത് മറ്റുള്ള കണ്ടൻസൻസിനെ പുറത്തെ ടി വിയിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് ഇവർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. പക്ഷെ അത് അവരുടെ നല്ലൊരു ഹെൽത്തി ചർച്ചയായിരുന്നു. രണ്ടുപേരുടെ സ്റ്റാൻഡ് പറഞ്ഞു. അക്ബർ പറഞ്ഞു വെച്ചാൽ അവൻ ഒരു ചാൻസ് കൊടുത്തത് ഇവനത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവന്റെ മിസ്റ്റേക്ക് കാരണം ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നത്. അതുകൊണ്ട് ആര്യൻ പോകണമെന്നാണ് അക്ബർ പറഞ്ഞത്. പക്ഷെ ആര്യൻ പറഞ്ഞത് ആര്യൻ ഓൾറെഡി ഈ വീക്ക് നോമിനേഷനിലുണ്ട്. ഇനി അടുത്ത വീക്ക് കൂടെ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് സ്ട്രെസ് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അക്ബർ ഇത്തവണത്തെ നോമിനേഷനിലില്ല. അപ്പോൾ അക്ബർ അടുത്തവണ പോരട്ടെ എന്നുള്ള രീതിയിൽ അവരും പറഞ്ഞപ്പോൾ ഒരു തീരുമാനം എത്താതായപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ഇത് തീരുമാനമാവാതെ ഇതിന്റെ കൺഫ്യൂഷൻ റൂമിന്റെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും രണ്ടുപേരും ആദ്യം ഏറ്റെടുത്തു. ആദ്യം പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞ് നോമിനേഷൻ. പിന്നെ അക്ബർ അത് പറഞ്ഞില്ല, ഞാൻ തീരുമാനിച്ചു, ഞാൻ നോമിനേഷനിൽ പോകാന്ന രീതിയിൽ ഫെയർ ആയിട്ട് അവിടെ അത് സോൾവ് ആയി കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോഴും പിന്നെ പണിഷ്മെന്റ് കൊടുത്തായിരുന്നു. ഈ ബ്ലാക്ക് കോയിൻ കിട്ടിയവർക്ക് പണിഷ്മെന്റ് കൊടുത്തായിരുന്നു. 3 പണിഷ്മെന്റ്. അതായത് സംസാരിക്കാൻ പാടില്ല, കണ്ണ് കെട്ടണം, നടക്കാൻ പാടില്ല, എന്നിട്ട് വീൽ ബാരോ കൊടുത്തിട്ട് അതിൽ അനീഷിന്റെ 2 ബ്ലാക്ക് കോയിൻ ഉണ്ടായിരുന്നു. അനീഷിന്റെ രണ്ടാമത്തെ ഇതിലും അനീഷിന്റെ 2 ബ്ലാക്ക് കോയിൻ വന്നു. അതിനൊരു ബ്ലാക്ക് കോയിൻ എടുത്ത് ആര്യന് കൊടുത്തു. അങ്ങനെ 4 പേരാക്കിയിട്ട് അനീഷ് ആര്യന് പണി കൊടുത്തു. അങ്ങനെ അതിന്റെ കുറച്ച് ഓട്ടം അവര് ഇതിൽ തള്ളിക്കൊണ്ട് നടക്കുക. അതിലും ഇവര് കള്ളക്കളിയാണ്. കാരണം അവര് തിരുന്നിട്ട് ഇതിനെ ചുമ്മാ വീലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തോണ്ടിരുന്നു. അങ്ങനെയല്ല അതിൽ പറഞ്ഞത് നടക്കണമെന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. മീൻസ് നിർത്താതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവര് ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് അതിന്റെ ഇടയിൽ അവരൊരു എന്താ പറയാ അതിനൊന്ന് മാറ്റി തിരിച്ച് അവർ ചെയ്തോണ്ട് റൂളിൽ കളിച്ചു. വീക്കെൻഡ് എപ്പിസോഡ് പറയുമായിരിക്കും. ഈ പെരിയാണുവിന്റെ ഈ സെപ്റ്റി ടാങ്ക് വിഷയവും അതും ചിലപ്പോൾ മോഹൻലാൽ സംസാരിക്കും. ഇതിന്റെ ഇടയിൽ അങ്ങോളം ഇങ്ങോളം ഇടയ്ക്കിടയ്ക്ക് ചീത്ത വരുന്ന വാക്കുകളൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നുണ്ട്. പിന്നെ ഈ കോയിന്റെ പ്രശ്നത്തിലായപ്പോ ആര്യൻ അനീഷിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കി. അപ്പൊ അനീഷ് തെറി വിളിച്ചായിരുന്നു. മ്യൂട്ട് ചെയ്തായിരുന്നു എപ്പിസോഡില്. അങ്ങനെ അതിനെ സാരിക അവരെല്ലാം കൂടെ ആര്യനെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവനാണ് എടുത്തതെന്ന് ഉറപ്പില്ലല്ലോ. അല്ലല്ല, ആര്യന്റെ കോയ നഷ്ടപ്പെട്ടു, അത് എടുത്തത് അനീഷാണെന്നാണ് ആര്യം പറയുന്നത്. അതിന് തെളിവില്ല. അല്ലാതെ അനീഷ് അതിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ എടുത്തെങ്കിൽ അതിന്റെ കഴിവാണെന്നൊക്കെ അങ്ങനെ പറയുന്നു. പക്ഷെ എടുത്തതിനോട് തെളിവില്ലല്ലോ. ചിലപ്പോ പ്രൊവോക്ക് ചെയ്യാൻ പറയുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ആര്യൻ ഒളിച്ച് ഇവര് ഉറങ്ങുമ്പോ മോഷണം അല്ലല്ലോ നടത്തിയത്. അതെടുക്കുമെന്ന് പറഞ്ഞല്ലോ. ആര്യം പറഞ്ഞല്ലോ, നീ ഉറങ്ങുമ്പോ എന്റെ നിന്ന് എടുക്കുന്നു. അപ്പോഴാണ് നീ ഉറങ്ങുമ്പോ അനീഷ് പറഞ്ഞ എന്റെ നിന്ന് എടുക്കൂല, നീ എന്റെ എടുക്കാൻ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ TV ആ മെയിൻ അവിടെ ഇരുന്ന സോഫയുടെ അവിടെ ഇരുന്നപ്പോ തന്നെ പോയി സ്നാച്ച് ചെയ്യാൻ നോക്കിയത്. അപ്പോഴാണ് അനീഷ് ചീത്ത വിളിച്ചതും സാരിക കൂടെ കേസിട്ടുണ്ടേ അതിനുവേണ്ടി വിളിച്ചാണ് പരിപാടി. അങ്ങനെ ആ മെയിൻ ടാസ്കിന്റെ കഴിഞ്ഞ് പിന്നെ നൈറ്റ് ആയപ്പോൾ ഇത് തന്നെയായിരുന്നു. ഈ ഇന്നലെ തുടങ്ങി ആ പണി കൊടുത്ത ടാസ്ക് 4 പേർക്ക്, ഷാനവാസിനും ഗിസേലിനും നമ്മുടെ ശൈത്യക്കും RJ വിൻസിക്കും അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ അതിൽ ഇന്ന് ഷാനവാസിന്റെ ആ ഗോൾഡ് കിട്ടിയോണ്ടായിരിക്കണം ഷാനവാസ് ഇന്നലെ പക്ഷെ ആ കട്ടിലിന്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്നാണ് റൂള്. അപ്പൊ ഈ ഇന്നലെ ഷാനവാസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പത്തെ ഗോൾഡ് കല്ല് കിട്ടിയതിന്റെ ഇത് കൊണ്ടായിരിക്കാം ഷാനവാസ് മാറിപ്പോയി. എല്ലാരും പോയി പറയുന്നുണ്ട്, ക്യാപ്റ്റൻ രീതിയിൽ അനീഷും പോയി പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കാനുള്ള റൂൾ പ്രകാരം അവിടെ ഇരിക്കാനുള്ളത്. അപ്പോഴും ഒരു മൈൻഡ് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ബിന്നിയും പോയി സംസാരിച്ചായിരുന്നു. അപ്പോഴും മാറിയിരുന്നില്ല. ഇനിയിപ്പോൾ അതും മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ ആ എപ്പിസോഡിൽ സംസാരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വരണ എപ്പിസോഡിൽ ബിഗ് ബോസിനകത്ത് പറയുമായിരിക്കും അങ്ങനെ എന്തെങ്കിലും പണി കൊടുക്കാൻ. കാരണം ഫുള്ള് പണിയാണല്ലോ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ സീസൺ. പക്ഷേ ഈ സീസണിൽ തുടക്കം തൊട്ടേ ഭയങ്കര പണിയല്ലേ. ചെറിയ മറ്റേ വെള്ളം നിറയ്ക്കലോ ഒന്നുമല്ല, വലിയ പണികളാണ്. എടുക്കുന്നതൊക്കെ നല്ല പോയിന്റ് ടാർഗറ്റ് എന്ന രീതിയിൽ തന്നെയാണ് എല്ലാത്തും വരുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു, കൊള്ളാം.
അപ്പം നിങ്ങളും കാണുന്നുണ്ടോ അറിയാം. ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇത്രയും പേരില്? അങ്ങനെ ഒരിടത്തും കാണാത്തത് ആരെയാ? മറ്റേ ആ പാട്ട് പറഞ്ഞ സരികെ. ആ സരിക, കലാഭവൻ സരികയെന്നും ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകാറുണ്ട്. ഇന്നൊരു ചായ ഇടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് അനുമോൾ ഇടുന്ന ചായ ജിസേലിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുകൊണ്ട് സ്വന്തമായിട്ടൊക്കെ ചായ ഇടുന്നൊക്കെ പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെ വിഷയം. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ കിച്ചൺ സൈഡിൽ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ മറ്റേ മുൻഷി രഞ്ജിത്തിന്റെ വലിയ എഫോർട്ട് ഒന്നും അതിനകത്ത് കാണുന്നില്ല. ഇനിയും കുറെ പേര് ഇപ്പൊ നല്ല ഏറ്റവും കൂടുതൽ എനിക്ക് കണ്ടന്റ് കൊടുക്കുന്നത് അപ്പാനി രവിയും അക്ബർ, ഷാനവാസ്, അവര് നല്ലോണം പ്ലേ ചെയ്യുന്നുണ്ട്. അവരെല്ലാരും നല്ല. പിന്നെ നമ്മളെ ആദില നൂറ പിള്ളേര് അത്യാവശ്യം അവരെല്ലാരും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ ആർജെ ബിൻസി ഈ ടാസ്ക് ഒരു മാത്രമേ കാണിക്കുന്നുള്ളൂ. ശൈത്യ അടക്കം അങ്ങനെ നമ്മളെ ടിവിയിലോട്ട് അവര് കാണിക്കാത്തതാണോന്ന് അറിയില്ല. അതിനകത്ത് എപ്പിസോഡ് എന്തായാലും ഇവരുടെ ഒന്നും കാര്യങ്ങൾ വലുതായിട്ട് കാണിക്കുന്നില്ല. നാലാമത്തെ എപ്പിസോഡിലും വലുതായിട്ടൊന്നും പറയില്ല. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഭയങ്കര സംഭവം എന്നുള്ള രീതിയിലൊന്നും പോയില്ല. കോൺട്രവേഴ്സ്യൽ ആവാനുള്ള ചാൻസുള്ള കാര്യങ്ങളാണ് ഈ അക്ബർ രേണുവിനെ വിളിച്ചത്. അത് കട്ട്സും കണ്ടായിരുന്നു, കുറെ വീഡിയോസും കണ്ടായിരുന്നു, അതിന്റെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിളിച്ചത് ചിലപ്പോൾ മോലെ ലാലേട്ടൻ എന്തായാലും അത് ചോദ്യം ചെയ്തെന്ന് തോന്നുന്നു. അക്ബറോട് മാപ്പ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാമറയിൽ. അപ്പൊ പറഞ്ഞതായിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. ചിലപ്പോൾ വരുന്ന എപ്പിസോഡിൽ കാണുമായിരിക്കും. കാണിച്ചിട്ടില്ല. ഈ മാപ്പ് പറയാന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. പറയാം, അവളടുത്തും പറയാന്നാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞിട്ടില്ല, കാണിച്ചിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ. നാലാമത്തെ എപ്പിസോഡും കഴിഞ്ഞു. ഇനിയിപ്പോ അഞ്ചാമത്തെ എപ്പിസോഡ് കൃത്യമായിട്ട് വരാം. അപ്പൊ ഓക്കെ, ബൈ, ടേക്ക് കെയർ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.